ഹലോ, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ആക്ച്വലി പറയാൻ പോകുന്നത് ഒരു ടിപ്പാണ്. നമ്മൾ പാലിൻ്റെ പാടയൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് മിക്സിയിലൊക്കെ അടിച്ച് വെണ്ണ എടുത്തിട്ടല്ലേ നോർമലി ഉരുക്കി നെയ്യ് എടുക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലൊന്നും അടിക്കണ്ട, മിക്സിയിൽ അടിക്കാതെ പാലിൻ്റെ പാടയിൽ നിന്ന് എങ്ങനെ നെയ്യ് തയ്യാറാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചത്തെ പാലിൻ്റെ പാട എടുത്ത് കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നായിരുന്നു. ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് മിക്സിയിൽ അടിക്കാതെ ഡയറക്റ്റ് നെയ്യ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, പാലിൻ്റെ പാട അതിലേക്ക് ഇട്ടു. ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടിങ്ങനെ ഉടച്ചു കൊടുക്കണം. ഉടച്ചിങ്ങനെ മോര് പോലെ ആക്കണം. നന്നായിട്ട് ഉടച്ചുടച്ച് മോര് പോലെ ആക്കി കൊടുക്കാം. ഞാനിതെല്ലാം തൈരെല്ലാം ഉടച്ച് മോര് പോലെ ആയിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് തിളയ്ക്കുന്നത് വരെ ഫ്ലെയിം കൂടിയിരിക്കട്ടെ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഒരു 20 മിനിറ്റൊക്കെ എടുക്കും ഇത് നെയ്യായിട്ട് വരാൻ. കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളെങ്കിൽ അതിനനുസരിച്ച് സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് തിളയ്ക്കുന്നത് വരെ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇനി ഈ നെയ്യ് തയ്യാറാകുന്നവരെ നമുക്ക് ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇളക്കാം. ഇപ്പം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. പകുതി വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഞാൻ ഓരോ 2 മിനിറ്റിൽ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. നെയ്യൊക്കെ നല്ലോണം തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടിയത് ഒരു 5 മിനിറ്റും കൂടെ ആവശ്യമുള്ളൂ. അപ്പോഴേക്കും മുഴുവൻ നെയ്യും നമുക്ക് തെളിഞ്ഞ് വന്ന് കിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട് മുഴുവനും. ഇപ്പോൾ ഒരു ടോട്ടൽ 17 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് ശരിക്കുള്ള പാകം. കൂടുതൽ ബ്രൗൺ നിറമായി പോയി കഴിഞ്ഞാൽ പിന്നെ നെയ്യ് കരിഞ്ഞു പോകും. അപ്പോൾ നെയ്യ്ക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഈ പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് തണുക്കുമ്പോൾ കുപ്പിയിലേക്ക് മാറ്റാം. ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. കുപ്പിയിൽ ഒഴിച്ചിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം. ഉരുകിയ നെയ്യ് ഞാനൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇത്ര നെയ്യ് കിട്ടി. ഉരുകി കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറിലാണ് ശരിക്കും നെയ്യ് ഉരുക്കിയെടുക്കേണ്ടത്. ഇതിലും ബ്രൗൺ നിറമായി പോയാൽ പിന്നെ നെയ്യുടെ ടേസ്റ്റ് വ്യത്യാസം വരും. ഈ ഒരു ഡബ്ബ നിറയെയുള്ള പാലിൻ്റെ പാട തയ്യാറാക്കി എടുത്തതാണ് ഇത്രയും നെയ്യ് കിട്ടിയത്. ഇതിൻ്റെ വേസ്റ്റ് ഇതുപോലെ ചീനച്ചട്ടിയിൽ വരും. കഴിയുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഉരുക്കിയെടുക്കുന്നതെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരാഴ്ചത്തെ പാലിൻ്റെ പാടമുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാം. മിക്സിയിലിട്ട് അടിക്കേണ്ട, വെണ്ണ ഉരുട്ടി എടുക്കേണ്ട. ഡയറക്റ്റ് പാലിൻ്റെ പാട മോര് പോലെ അടിച്ചിട്ട് ഡയറക്റ്റ് ചീനച്ചട്ടിയിൽ ഒഴിച്ച് നമുക്ക് ഉരുക്കി നെയ്യാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്